വെൽക്കം ടു ഹാർവസ്റ്റ് ഓൺലൈൻ. +2 നമ്മുടെ സുവോളജിയുടെ ചാപ്റ്റേഴ്സിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലൂടെയാണല്ലോ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ അപ് ടു ഫെർട്ടിലൈസേഷൻ വരെയുള്ള ടോപ്പിക്സുകളെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ചെയ്തതാണ്. ഇനി ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും പാർട്ടൂറിഷനും ലാക്ടേഷനുമാണ് നമുക്ക് അതിൽ ബാലൻസ് ആയിട്ടുള്ളത്. ആ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു. സ്ക്രോട്ടം helps to maintain the low temperature of the testis 2 to 2.5 degrees Celsius lower than the normal internal body temperature which is necessary for spermatogenesis. പിന്നെ നമ്മൾ ടെസ്റ്റിസിൻ്റെ ഷേപ്പ് പറഞ്ഞു. 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 250 കമ്പാർട്ട്മെൻറ്റ്സ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ദെൻ അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ്, മെയിൽ ജേം സെൽസ് അഥവാ സെർട്ടോളി സെൽസും, ദെൻ മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും അതിന് ഫങ്ഷൻസ്. പിന്നെ ഡക്റ്റ് സിസ്റ്റം ആയിരുന്നു, ആക്സസറി ഡക്റ്റ്, സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേ, റേറ്റ് ടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ് തുടങ്ങിയ ഭാഗങ്ങൾ. അതിലൂടെയാണ് നമ്മൾ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബാൾബോ യൂറിത്തൽ ഗ്ലാൻഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെമിനൽ പ്ലാസ്മ എന്ന ഈ കോൺട്രിബ്യൂഷൻ, അതിൽ ബാൾബോ യൂറിത്തൽ ഗ്ലാൻഡ് that provide the maturation and motility to the sperm, and also it help in the lubrication of penis. External genitalia penis, അതിൻ്റെ ഭാഗം glans penis, then loose fold of skin called foreskin. Then female reproductive systemത്തിൽ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഓവറീസ്, ഓവിഡക്റ്റ്, യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ, മാമറി ഗ്ലാൻഡ്. ദെൻ ഔട്ടർ കോർട്ടെക്സ് ഇന്റർമെഡുല്ല എന്ന് പറയുന്ന ഓവറിയുടെ ഭാഗം. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഫലോപ്പിയൻ ട്യൂബ് 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത്, ഹാവിങ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. ദെൻ അതിന് 4 പാർട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ യൂട്രസിൻ്റെ പാർട്സും യൂട്രസിൻ്റെ ലെയേഴ്സും, എക്സ്റ്റേണൽ തിൻ മെംബ്രേനിയസ് പെരിമെട്രിയം, മിഡിൽ സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ച മയോമെട്രിയം, ഇന്നർ ഗ്ലാൻഡുലാർ എൻഡോമെട്രിയം. ഓക്കെ, ഇനിയാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്ന ഏരിയയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ മോൺസ് ബിബിസ്, ലാബിയ മെജോറ, ലാബിയ മൈനോറ, ഹൈമൻ, ക്ലിറ്റോറിസ്. ദെൻ മാമറി ഗ്ലാൻഡ് ലാക്ടിവറസ് ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് മിൽക്ക് സക്ക് ചെയ്യുന്നു നിപ്പിളിലൂടെ. ഹൈപ്പർ പിഗ്മെന്റഡ് ഏരിയ, ഏരിയോള എന്ന് പറയുന്ന ഏരിയ. ദെൻ പെക്ടോറാലിസ് മേജർ മസിൽസ് ആർ ഓൾസോ പ്രസന്റ്. ദെൻ ഗമറ്റോജെനസിസ് ആയിരുന്നു അടുത്ത നമ്മുടെ ടോപ്പിക്. അതിൽ നമ്മൾ ആദ്യം സ്പെർമാറ്റോജെനസിസിലെ സ്പെർമിയോജെനസിസും സ്പേബിയേഷനും. ആഫ്റ്റർ ദാറ്റ് ദി ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനസിസ്, GnRH, ദെൻ LH ആൻഡ് FSH. LHന് ICSH എന്ന പേര് മെയിലിൽ, ദെൻ FSH സെർട്ടോളി സെൽസിൽ. സ്ട്രക്ചർ ഓഫ് സ്പേമ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ദെൻ ഊജെനസിസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകൾ ബിഫോർ ബർത്ത് ആണ്. ഓക്കെ, പ്രൈമറി യൂസൈറ്റ് ഫോം ചെയ്യുന്നു. 60,000 to 80,000 primary follicles are left in each fetal ovary. Then secondary follicle, tertiary follicle, outer theca externa, inner theca interna, and also there is a crescent shaped cavity called antrum. Then a mature follicle or the Graafian follicle, secondary oocyte കവർ ചെയ്തുകൊണ്ട് സോണ പെലൂസിഡ എന്ന് പറയുന്ന ലെയർ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ദെൻ മറ്റൊരു വീഡിയോ സെഗ്മെന്റിൽ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്താണ് എന്നും അതിൻ്റെ മെനാർക്ക് ആൻഡ് മെനോപോസ് 28 or 29 days അതിൻ്റെ ഡ്യൂറേഷനും. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ ദി മെൻസസ് ഫേസ്, ദെൻ ഫോളിക്കുലാർ ഓർ പ്രൊലിഫറേറ്റീവ് ഫേസ്, ദെൻ ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസ് നമ്മൾ LH സർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായി. ദെൻ സെക്രട്ടറി ഓർ ലൂട്ടിൽ ഫേസ്, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള ചില റീപ്രൊഡക്റ്റീവ് ഇവൻസുകളൊക്കെ പറഞ്ഞത്. ഇനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമേറ്റ് സ്പേം വിത്ത് ഫീമെയിൽ ഗമേറ്റ് ഓവം ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമേറ്റ് സ്പേം വിത്ത് ഫീമെയിൽ ഗമേറ്റ് ഓവം ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഓക്കെ,
അപ്പോൾ അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും സ്പേം ആക്സസറി ഡക്റ്റ് വഴി ആക്സസറി ഗ്ലാൻഡ് സഹായത്തോടു കൂടി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എത്തുന്നു ത്രൂ ദ സർവിക്സ്. Okay, through the cervix they reaches on the uterus and finally they reaches on the ambulary junction. Site of implantation ആണ് യൂട്രസ് എങ്കിൽ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ് ആംബ്യുലറി ജംഗ്ഷൻ. അത് ആംബ്യുലറി ജംഗ്ഷനിൽ എത്തുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡറി ഊസൈറ്റ് ദെൻ ഇൻഫന്റിബുലം ഫിംബ്രിയെ അതും ആംബ്യുലറി ജംഗ്ഷനിൽ എത്തുന്നു. ഈ രണ്ടാളും അറ്റ് എ ടൈമിൽ ആംബ്യുലറി ജംഗ്ഷനിൽ എത്തലാണ് ഫെർട്ടിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ സെഗ്മെന്റിൽ പറഞ്ഞല്ലോ 200 to 300 millions ഓഫ് സ്പേം വേണം, 60% സ്പേമിന് നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് വേണം, 40% സ്പേം വിഗറസ് മോട്ടിലിറ്റി കാണിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പേമും ഓവും ഒരുമിച്ച് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ അത് എത്തിച്ചേരുക എന്നുള്ളതാണ് ഫെർട്ടിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്. ഓക്കെ, അപ്പോൾ സ്പേമ ആക്സസറി ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമ ആക്സസറി ഡക്റ്റ് ദെൻ ആക്സസറി ഗ്ലാൻഡ് അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അത് സെർവിക്സ് വഴി യൂട്രസ് വഴി അത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുലറി ജംഗ്ഷനിൽ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷനിൽ എത്തിച്ചേരുന്നു. ദെൻ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം സെക്കൻഡറി യൂസൈറ്റ് അതും ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ബീറ്റിങ്ങിലൂടെ ഒക്കെ തന്നെ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ബീറ്റിങ്ങിനൊക്കെ സഹായിച്ചുകൊണ്ട് അതും ആംബ്യുലറി ജംഗ്ഷനിലെത്തുന്നു. അപ്പോൾ അറ്റ് എ ടൈമിൽ സ്പേമും ഓവും ഈ ഒരു ആംബ്യുലറി ജംഗ്ഷനിൽ എത്തുന്നു. ആംബ്യുലറി ജംഗ്ഷനിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുലറി ജംഗ്ഷനിൽ എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം വിത്ത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദ ഓവം ലീഡിങ് ടു ദി ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം with the haploid nucleus of the ovum leading to the formation of zygote. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ a sperm comes in contact with the zona pellucida layer. ഫെർട്ടിലൈസേഷൻ ഒരു ഫിസിക്കൽ ഇവന്റ് ആണ്. ഒരു മൂവ്മെന്റ് മോട്ടിലിറ്റിയുടെ ഒരു ഇവന്റ് ആണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. ഇനി കുറച്ചും കൂടി ഒരു ബയോകെമിക്കൽ ഇവന്റിലേക്കാണ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആസ്പെക്ട്സിലേക്കാണ് ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻസിന്റെ ബയോകെമിക്കൽ ആക്ടിവിറ്റിയിലേക്കാണ് ഇനി ഉള്ള ഇവന്റ്സുകൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കാം, ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഫിസിക്കൽ ഇവന്റ് ആണ് ഇതുവരെ പറഞ്ഞത്. ആംബ്യുലറി ജംഗ്ഷനിൽ സ്പേമും ഓവും അറ്റ് എ ടൈമിൽ എത്തുക, മോട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാളും അറ്റ് എ ടൈമിൽ എത്തുക എന്നുള്ളതാണ് ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഫിസിക്കൽ ഇവന്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫെർട്ടിലൈസേഷൻ്റെ കെമിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ ഇവന്റ് ആണ്. അവിടെ എൻസൈമാറ്റിക് റിയാക്ഷനും കൂടി നന്നായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ sperm during fertilization a sperm comes in contact with the zona pellucida layer ഒക്കെ നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഓഫ് എഗ്ഗിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ oogenesisന്റെ അവസാനത്തെ ഒരു വീഡിയോ സെഗ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചർ ഓഫ് എഗ്ഗ്, ഓവത്തെ ചുറ്റിയിട്ട് സെക്കൻഡറി യൂസൈറ്റിനെ ചുറ്റിയിട്ട് സൈറ്റോപ്ലാസത്തെ ചുറ്റിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു മെംബ്രെയിൻ വരുന്നു, പ്ലാസ്മ മെംബ്രെയിൻ, വിറ്റലൈൻ മെംബ്രെയിൻ, ശേഷം വരുന്ന സ്പേസ് ആണ് പെരി വിറ്റലൈൻ സ്പേസ്, ദെൻ സോണ പെലൂസിഡ, ദെൻ സെക്കൻഡറി ഫോളിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസുകളായ കൊറോണ റേഡിയേറ്റ. ആ ഡയഗ്രം നിങ്ങൾ റെഫർ ചെയ്താൽ മതി, ഫെർട്ടിലൈസേഷൻ ആ ഡയഗ്രം റെഫർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഒരുപാട് സ്പേംസ് വന്നിട്ട് കോൺടാക്ട് ചെയ്യാം. സോ നമ്പർ ഓഫ് സ്പേംസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു സെക്കൻഡറി യൂസൈറ്റ് നേരെ വരികയാണ്. അപ്പോൾ അതിൽ ഒരു സ്പേമാണ് ഈ സോണ പെലൂസിഡ ലെയറുമായിട്ട് കോൺടാക്ട് ഉണ്ടാക്കുന്നത്. സോ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എ സ്പേം comes in contact with the zona pellucida layer. During fertilization a sperm comes in contact with the zona pellucida layer and it creates some changes in that membrane. Okay, ആ മെംബ്രെയിൻ്റെ സോണ പെലൂസിഡ എന്ന് പറയുന്ന മെംബ്രെയിനിൽ അത് ചില ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്പേമിൻ്റെ ഹെഡിൽ ആക്രോസോം ഉണ്ട്. നേരത്തെ നിങ്ങൾ ആ ഒരു ഡയഗ്രാം റെഫർ ചെയ്താൽ മനസ്സിലാവും. സപ്പോസ് ഇതാണ് സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിചാരിക്കുക, ഇതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ പെരിവിറ്റലൈൻ സ്പേസ്. Okay, this is the vitellar membrane and there is another layer that is corona radiata. Then so many radial shaped cells and that radial shaped cells are called this is zona pellucida and this radial shaped cells are called corona radiata. ഇനി ഇതിലേക്കാണ് നമ്പർ ഓഫ് സ്പേംസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ
So during fertilization, a sperm comes in contact with the zona pellucida layer. സ്പേമിൻ്റെ ഹെഡിലുള്ള ആക്രോസോമിലുള്ള എൻസൈംസ് വെച്ചിട്ട് അല്ലേ, നമ്മൾ നേരത്തെ സ്ട്രക്ചർ ഓഫ് സ്പേം പറഞ്ഞപ്പോൾ സ്പേമിൻ്റെ ഹെഡിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ സ്പേമിൻ്റെ ഹെഡിലുള്ള അക്രോസോമിലുള്ള എൻസൈംസ് വെച്ചിട്ട് അതിൽ സ്പേം ലൈസിൻസ് ഉണ്ട്. ഓക്കെ, സ്പേം ലൈസിൻസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ ആ ബയോകെമിക്കൽ ആസ്പെക്ട്സ് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ ആ മെക്കാനിസം ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആലോചിക്കേണ്ടത്. അതായത് ഈ സ്പേമിൻ്റെ ഹെഡിലുള്ള അക്രോസോമിൽ എൻസൈംസ് ഉണ്ട്, ആ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ അക്രോസോമിൽ എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസിൽ ചില എൻസൈംസ്, സ്പേം ലൈസിൻസ് പോലെയുള്ള എൻസൈംസ്, ആ എൻസൈംസിൽ ചിലത് പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റിയാണ്. ആ എൻസൈംസിന് പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഉള്ള എൻസൈംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഉള്ള ഈ എൻസൈംസുകൾ വന്നിട്ട് ഈ ലെയറുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സ്പേമിൻ്റെ ഹെഡിലുള്ള അക്രോസോമിലുള്ള എൻസൈംസ് വെച്ചിട്ട് സ്പേം ലൈസിൻസ് വന്നിട്ട് ദ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദിസ് സോണ പെലൂസിഡ ലെയർ and some reactions with this zona pellucida layer. And that what the zona pellucida layer do? After the cortical reaction, this zona pellucida layer prevents the entry of other sperm. ഏത് സ്പേമാണോ ഇതുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുന്നത് ആ സ്പേമിനെ മാത്രം ഈ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്പേമിനെയും അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പീഷീസ് സ്പെസിഫിക് റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ വരുന്ന സ്പേമിനെ ഈ സോണ പെലൂസിഡ ലെയറിലുള്ള റിസപ്റ്റേഴ്സ് സ്വീകരിച്ചു. ഏത് സ്പേമാണോ വരുന്നത് ആ സ്പേമിനെ ഈ സോണ പെലൂസിഡൻ്റെ ലെയറിലുള്ള റിസപ്റ്റേഴ്സ് സ്വീകരിച്ചു. അതിനുശേഷം ഈ സ്പേമിൻ്റെ ഹെഡിലുള്ള അക്രോസോംസും അതുപോലെ തന്നെ ഈ എൻസൈംസും വെച്ചിട്ട് ചില റിയാക്ഷൻസ് നടക്കുന്നു. ആ റിയാക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സോണ പെലൂസിഡ പ്രിവെന്റ് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേം. ഓക്കെ, അപ്പോൾ ഈ സ്പേം മാത്രം അകത്തേക്ക് കടക്കുന്നു. അങ്ങനെ ഈ സ്പേം അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്പേം സെക്കൻഡറി ഊസൈറ്റിൻ്റെ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്പേമിൻ്റെ ഹെഡ് സെക്കൻഡറി ഊസൈറ്റിൻ്റെ ഈ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മേലെയുള്ള സെക്കൻഡ് മിയോസിസ് അതും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ഏരിയനെ ഊജൻസിസിൻ്റെ അവസാന ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മേലെയുള്ള സെക്കൻഡ് മിയോസിസ് അതും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ അറസ്റ്റ് എപ്പോഴാണ് പിൻവലിക്കുക? ആ അറസ്റ്റ് പിൻവലിക്കണമെങ്കിൽ സ്പേം എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്പേം എൻ്റർ ചെയ്തു, സോണ പെലൂസിഡയിൽ ചേഞ്ചസ് ഉണ്ടാക്കി ആ ചേഞ്ച് മൂലം മറ്റ് സ്പേമിൻ്റെ എൻട്രൻസിനെ പ്രിവെൻറ്റ് ചെയ്ത് ഈ സ്പേം അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പേം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മേലെയുള്ള സെക്കൻഡ് മിയോസിസ് എന്ന അറസ്റ്റ് പിൻവലിക്കുന്നു. അപ്പോൾ അവിടെ ഓവ് ഉണ്ടാകുന്നു. ഓക്കെ, അവിടെ ഓവ് ഉണ്ടാകുന്നു. ആ ഓവും ഈ വന്ന സ്പേമും ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം and haploid nucleus of the ovum leading to the formation of a diploid zygote. അല്ലേ, haploid nucleus of the sperm and haploid nucleus of the ovum leading to the formation of the diploid zygote. So that is fertilization. So what is actually fertilization? Fertilization is the fusion of male gamete sperm with the female gamete to ovum leading to the formation of zygote. ഓക്കെ, ആക്സസറി ഡെക്റ്റും അതുപോലെ തന്നെ ആക്സസറി ഗ്ലാൻഡേയൊക്കെ തന്നെ സെക്രീഷൻസിൻ്റെ സഹായത്തോടു കൂടി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് സ്പേം എൻ്റർ ചെയ്യുന്നു. അങ്ങനെ അത് സർവിക്സ്, ദെൻ യൂട്രസ്, ദെൻ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുളറി ജംഗ്ഷനിലെത്തുന്നു. ആംബ്യുളറി ജംഗ്ഷനാണ് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഓവും തന്നെ ബീറ്റിംഗ് ഓഫ് ദി സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ സഹായത്തോടു കൂടി ഓവും ഈ ആംബ്യുളറി ജംഗ്ഷനിലെത്തുന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടാളും ആംബ്യുളറി ജംഗ്ഷനിലെത്തിയെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ദാറ്റ്സ് വൈ ഓൾ ദി കോപ്പുലേഷൻ നോട്ട് ലീഡ് ടു ദി പ്രഗ്നൻസി. ദാറ്റ്സ് വൈ ഓൾ ദി കോപ്പുലേഷൻസ്, ഓൾ ദി സെക്ഷൽ ഇൻട്രാക്ഷൻസ് നോട്ട് ലീഡ് ടു ദി പ്രഗ്നൻസി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു? ഈ ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഡെഫിനിഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ മൂവ്മെൻറ്റ്, ഫിസിക്കൽ കൺസെപ്റ്റ്, ഫിസിയോ ഇവൻറ്റും നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്ക് ബയോകെമിക്കൽ ഇവൻ്റ് ആണ് പറയാനുള്ളത്. ആ ബയോകെമിക്കൽ ഇവൻ്റ് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത്
ഈ ഒരു ഹെഡിലുള്ള അക്രോസോമിലുള്ള എൻസൈംസ് ലഭിച്ചിട്ടാണ്. സോ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ എ സ്പേം കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സോണ പെലൂസിഡ ലെയർ. ഓക്കെ, ആ സോണ പെലൂസിഡ ലെയറിൽ അത് കോണ്ടാക്ട് ഉണ്ടാക്കുമ്പോൾ ആ സോണ പെലൂസിഡ ലെയറിൽ ചില ചേഞ്ചസ് ഉണ്ടാകുന്നു, ചില കോർട്ടിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ഈ ഹെഡിലുള്ള അക്രോസോമുള്ള എൻസൈംസും ഈ സോണ പെലൂസിഡ എന്ന് പറയുന്ന മെമ്പറിനും തമ്മിൽ ചില റിയാക്ഷൻസ് നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിസ് സോണ പെലൂസിഡ ലെയർ ദാറ്റ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേം ഇൻ ടു ദി സൈറ്റോപ്ലാസം. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഒരു സ്പേം മാത്രമേ ഈ ഒരു സെക്കൻഡറി ഊസൈറ്റിനകത്തേക്ക് പോയിട്ടുള്ളൂ. ഒരു സ്പേം മാത്രമേ സെക്കൻഡറി ഊസൈറ്റിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പോയിട്ടുള്ളൂ. അങ്ങനെ സെക്കൻഡറി ഊസൈറ്റിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു സ്പേം എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മേലെ സെക്കൻഡ് മിയോസിസ് എന്ന് പറയുന്ന അറസ്റ്റ് ഉണ്ട്. ആ അറസ്റ്റ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പേം എൻ്റർ ചെയ്യണം. അങ്ങനെ സ്പേം എൻ്റർ ചെയ്യുമ്പോൾ സെക്കൻഡറി ഊസൈറ്റിൻ്റെ മേലെയുള്ള സെക്കൻഡ് മിയോസിസ് എന്ന അറസ്റ്റ് പിൻവലിക്കപ്പെടുകയും ഓക്കെ ഈ സ്പേമും അപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദ സ്പേമും ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് ദി ഓവും കൂടി ചെന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫെർട്ടിലൈസേഷൻ്റെ കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ജെനറ്റിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷനിൽ പ്രധാനമായിട്ട് നമുക്ക് P1 പാരൻറ്റ് 1 ആയിട്ട് P1 ആയിട്ട് നമ്മൾ മെയിലിനെടുക്കുന്നു. ദെൻ P2 ആയിട്ട് പാരൻറ്റ് 2 ആയിട്ട് ഫീമെയിലിനെടുക്കുന്നു. P2 ആയിട്ട് ഫീമെയിലെടുക്കുന്നു. P1 ആയിട്ട് മെയിലിനെടുത്തു. മെയിൽ എന്ന് പറയുമ്പോൾ 44A + XY ആണ് അല്ലേ? 44A + XY ആണ്. 44 ഓട്ടോസോംസ് ആണ്. ഓട്ടോസോംസ് മീൻസ് നോർമൽ ക്രോമസോംസ്, നോട്ട് ഇൻവോൾവ്ഡ് ഇൻ സെക്സ്. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത 44 ഓട്ടോസോംസ്, 22 പേയേഴ്സ് 44 ഓട്ടോസോംസ്. ഒരു പേര് സെക്സ് ക്രോമസോംസ് ആണ്, എക്സും വൈയും. ഒരു പേര് സെക്സ് ക്രോമസോംസ് ആണ്, എക്സും വൈയും. അപ്പോൾ 23 പേയേഴ്സ് അല്ലേ? 23 പേയേഴ്സ് 46 ക്രോമസോംസ്, 44 45 46. ആ ഫീമെയിൽ നമ്മൾ എങ്ങനെ എഴുതാം നോക്കിയേ? 44A + XX. 44A + XX. ഓക്കെ, അപ്പോൾ 44A + XY, 44A + XX. ഇനി നമ്മൾ ഇതിൻ്റെ ഗമേറ്റ്, ഇവിടെ നമ്മൾ ഗമേറ്റ് ആയിട്ട് സ്പേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഗമേറ്റ് ആയിട്ട് സ്പേം വരുന്നു. ഗമേറ്റ് ഹാപ്ലോയിഡ് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഗമേറ്റിനെ? സ്പേമിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? 22A + X എന്നൊരു ഗമേറ്റും 22A + Y എന്ന് പറയുന്നൊരു ഗമേറ്റും അല്ലേ? 22A + X എന്ന് പറയുന്നൊരു ഗമേറ്റും 22A + Y എന്ന് പറയുന്നൊരു ഗമേറ്റും. നോക്കൂ നിങ്ങൾ, 50-50 ചാൻസ് ആണ്. ഓക്കെ, 50%, 50%. ഓക്കെ, 22A + X, 22A + Y. ഇന്ന് നോക്കിയാൽ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയ ഗമേറ്റ്സ് ആണ്. ദാറ്റ്സ് വൈ വി കോൾ ഹിയർ ദിസ് ഈസ് ഹെട്രോഗമേറ്റി. ഹെട്രോഗമേറ്റി. ഓക്കെ, ഹെട്രോഗമേറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് ഗമേറ്റ്സ് ആണ് ഹെട്രോഗമേറ്റ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമേറ്റ് ആണ്. ഇനി ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരാം. ഇവിടെ 22A + X ആണ് വരിക അല്ലേ? 22A + X ആണ് വരിക. ദാറ്റ് മീൻസ് ഇവിടെ ഓവമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക. 22A + X ആണ്. 22A + X എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? ഹോമോഗ്യാമേറ്റ്സ്. ഓക്കെ, അപ്പോൾ 22A + X ഹോമോഗ്യമേറ്റ്സ് ആണ്. കാരണം അടുത്ത ആളും 22A + X ആണ്. ഹോമോ മീൻസ് സെയിം. ഓക്കെ, അപ്പോൾ ഹോമോഗ്യമേറ്റ് ആണ്, ഇവിടെ ഹെട്രോഗ്യമേറ്റ് ആണ്. ഇനി ആലോചിച്ച് നോക്കൂ, ഈ 22A + X എന്ന് പറയുന്ന ഈ സ്പേം 22A + X എന്ന് പറയുന്ന ഈ ഒരു ഓവുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ 22A + X എന്ന് പറയുന്ന സ്പേം 22A + X എന്ന ഓവുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ വി ഗെറ്റ് 44A + XX, that is female. കുട്ടി ഫീമെയിലാണ്. ഓഫ് സ്പ്രിങ്ങിൻ്റെ സെക്സ് ഫീമെയിലാണ്. ഇനി ഈ 22A + Y എന്ന് പറയുന്നത് ഈ 22A + X എന്ന് പറയുന്ന ഈ ഓവുമായിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതെങ്കിൽ 44A + XY, 44 45 46. ഓക്കെ, കുട്ടി മെയിലാണ്.
ഓഫ് സ്പ്രിങ്ങിൻ്റെ സെക്സ് മെയിലാണ്. അപ്പോൾ ക്രോമസോമൽ മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്രോമസോമൽ മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെയിൽ 44A plus XY and they can produce 22A plus X and 22A plus Y. What we say, heterogametes, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് അല്ലേ. ഒരു ഗമേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എക്സ് ആണെങ്കിൽ അടുത്ത ഗമേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വൈ ആണ്. ഡിഫറെൻറ്റ് ഗമേറ്റ്സ് ആണ്. ആൻഡ് കം ടു ഹിയർ ദ ഫീമെയിൽ, ദാറ്റ് ഈസ് 44A plus XX. The gamete only is 22A plus X, that is ovum. What we call it is homogametes. So by the fusion of this sperm, I mean 22A plus X with this 22A plus X, what we get 44A plus XX female. Okay, and there is chance of this 22A plus Y with this 22A plus X, and we can get 44A plus XY, that is male. So 50 chance goes to getting female and also 50 chance go to male. Okay, ആ ഒരു ഫെർട്ടിലൈസേഷന് ശേഷമേ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷമേ നമുക്ക് ആ ഒരു ഇവൻറ്റ് ആ കുട്ടി ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രോബബിലിറ്റി, ഒരു സാധ്യത ഒരു 50 ചാൻസ് ആണ്. ഓക്കെ, അത് ഒരു കപ്പിൾസിന് ഇനി 5 കുട്ടികൾ പെൺകുട്ടിയാണെങ്കിൽ 6ാമത്തത് ആൺകുട്ടി കിട്ടാനുള്ള സാധ്യത അതും 50% ആണ്. അപ്പോൾ എല്ലാം അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 50%-നെയാണ്. അപ്പോൾ ആ ഒരു 50% അത് മെയിനായിട്ടും ഹെട്രോഗമേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹോമോഗമേറ്റിനെ അല്ല. അപ്പോൾ ഹെട്രോഗമേറ്റിക് എക്സാമ്പിൾ ആയിട്ടാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ XXXY സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. കാരണം നോക്കൂ, നിങ്ങൾ ഈ മെയിൽ ഹെട്രോഗമേറ്റ് ആയതുകൊണ്ടാണ് 50-50 ചാൻസ് വന്നത്. സോ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫാദർ, നോട്ട് ബൈ ദി മദർ. Okay, sex of the baby is determined by the father, not by the mother. That is male ആണ് ഹെട്രോഗമേറ്റി. ആ മെയിൽ ഹെട്രോഗമേറ്റി ആയതുകൊണ്ട് ആ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെയിൽ ഹെട്രോഗമേറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്ന സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ ഇത്. ദാറ്റ് ഈസ് XXXY മെത്തേഡ്, XXXY മെത്തേഡ്. Okay, so this is very, very important, and you study this is very well in chapter 3, principles of inheritance and variation. There you see XXXY method, XXXO method, ZWZZ method. So from this sex determination we can find that male have a chance, or male determine the sex of the newborn baby. Not it is the duty of the father, not by the mother. So this is the concept of fertilization which is correlated with the sex determination. In നമുക്ക് ഫെർട്ടിലൈസേഷന് ശേഷം ഗാമറ്റോജനസിസ്, then ഇൻസെമിനേഷൻ, ഓക്കെ, ഫെർട്ടിലൈസേഷന് ശേഷം ഇനി നമുക്ക് ക്ലീവേജിലേക്കാണ് പോകാനുള്ളത്. ക്ലീവേജിന് ശേഷം ഇംപ്ലാന്റേഷൻ തുടങ്ങിയ കൺസെപ്റ്റാണ് നമുക്കിനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ക്ലീവേജാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലേ നിങ്ങളെടുത്ത് ക്ലീവേജ് എന്ന് വെച്ചാൽ ഡിവിഷനാണ്. ഓക്കെ, റാപ്പിഡ് ആയിട്ടുള്ള റിതമിക് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ. സൈഗോട്ട് അണ്ടർഗോ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ ആസ് ഇറ്റ് പാസസ് ഫ്രം ദി isthmus of the oviduct towards the uterus. അപ്പോൾ ക്ലീവേജ് എന്ന് വെച്ചാൽ സൈഗോട്ടിന് സംഭവിക്കുന്ന ഡിവിഷനാണ്. ക്ലീവേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഗോട്ടിന് സംഭവിക്കുന്ന ഡിവിഷനാണ്. Zygote moves from isthmus of the oviduct towards the uterus. Okay, so zygote undergo repeated rhythmic mitotic division, equational division, as it pass from isthmus of the oviduct towards the uterus. അങ്ങനെ ഡിവിഷൻ നടക്കുമ്പോൾ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെൽസുകളായിട്ട് മാറില്ല, മറിച്ച് ആ ഡിവിഷൻ നിങ്ങൾ സെൽ ഡിവിഷനിലൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ആ സൈറ്റോകൈനസിസ് സംഭവിക്കുന്നുണ്ടല്ലോ. സൈറ്റോകൈനസിസ് ടീലോഫൈസിന് ശേഷം സൈറ്റോകൈനസിസ് വരുമ്പോൾ ഒരു ഫെറോ ഫോം ചെയ്യുകയും ആ ഫെറോ താഴേക്ക് പോയിട്ട് അവ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ആ സെല്ല് രണ്ടായിട്ട് സെപ്പറേറ്റ് ആകുന്നു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സൈഗോട്ട് നിൽക്കുകയാണ്, ആ സൈഗോട്ടിൻ്റെ ഇടയിൽ ഒരു ഫെറോ ഫോം ചെയ്യുന്നു, ആ ഫെറോ താഴേക്ക് പോകുന്നു. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ ആ സെല്ല് രണ്ടായിട്ട് മാറുന്നു. അങ്ങനെ ആ സെല്ല് രണ്ടായിട്ട് മാറിയിട്ട് രണ്ട് സെല്ലുകളായിട്ട് വിഭജിച്ച് പോവില്ല, മറിച്ച് ആ ഒരു ബൗണ്ടറിക്കകത്ത് തന്നെ സൈഗോട്ടിനെ ഫോം ചെയ്തിട്ടുള്ള ആ ബൗണ്ടറിക്കകത്ത് തന്നെ രണ്ട് സെല്ലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ആ ഒരു സൈഗോട്ടിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നില്ല, സൈഗോട്ടിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നില്ല.
അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നില്ല, സെൽസിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്തിട്ടാണ് വരികയാണ് ചെയ്യുന്നത്. So zygote undergo repeated mitotic division as it pass from isthmus of the oviduct towards the uterus. അങ്ങനെ 2 cells ഫസ്റ്റ് ഡിവിഷൻ ആ ഡയഗ്രാം റെഫർ ചെയ്യണം, NCERT ഡയഗ്രാം റെഫർ ചെയ്യണം. താഴേക്ക് വരുന്ന ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിവിഷൻ, ഓക്കെ, ദെൻ പിന്നെ ഒരു ഹൊറിസോണൽ ആയിട്ടുള്ള ഡിവിഷൻ. ആ ഡിവിഷൻസ് നടക്കുമ്പോൾ 2 cells ഉണ്ടാകുന്നു, ദെൻ 4 cells, 8 cells, 16 cells, അങ്ങനെ നമ്പർ ഓഫ് സെൽസ് ഉണ്ടാകുന്നു. 2, 4, 8, 16 സെൽസ്. ഈ സെൽസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഈ സെൽസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഓക്കെ, സെൽസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമേഴ്സ്. അപ്പോൾ ഡിവിഷന്റെ പേര് ക്ലീവേജ്, ആ സെൽസുകളെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമേഴ്സ്. 2 ബ്ലാസ്റ്റോമേഴ്സ്, 4 ബ്ലാസ്റ്റോമേഴ്സ്. ഫസ്റ്റ് ഡിവിഷൻ കഴിയുമ്പോൾ 2 ബ്ലാസ്റ്റോമേഴ്സ്, സെക്കൻഡ് ഡിവിഷൻ കഴിഞ്ഞാൽ 4 ബ്ലാസ്റ്റോമേഴ്സ്. നോക്കൂ, ആ 4 ബ്ലാസ്റ്റോമേഴ്സ് വിത്തിൻ ദാറ്റ് ബൗണ്ടറിയാണ്. ആ ഒരു സൈഗോട്ടിനെ കവർ ചെയ്ത ആ ഒരു ബൗണ്ടറിക്കകത്താണ് 4 ബ്ലാസ്റ്റോമേഴ്സ് ഉള്ളത്. അല്ലാതെ സെല്ലുകൾ ഉണ്ടായിട്ട് ആ സെല്ലിങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ആ ഡയഗ്രം നന്നായിട്ട് നിങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ 2 ബ്ലാസ്റ്റോമേഴ്സ്, 4 ബ്ലാസ്റ്റോമേഴ്സ്, ദെൻ 8 ബ്ലാസ്റ്റോമേഴ്സ്, ദെൻ 16 ബ്ലാസ്റ്റോമേഴ്സ്. ഓക്കെ, 8 to 16 സെൽ ഡിസ്റ്റേജ്. 8 to 16 cell stage. Embryo with 8 to 16 cell stage is called morula. Morula. So what is cleavage? Zygote undergo repeated division. Okay, repeated mitotic division as it moves, equational division as it moves from isthmus of the oviduct towards the uterus. Then we get what? 2, 4, 8, 16 cells, and that cells are called blastomeres. Okay, in embryo with 8 to 16 cell stage is called morula. Very very important, morula. Okay, നമുക്ക് reproductive health എന്ന് പറയുന്ന ചാപ്റ്ററിലും ആവശ്യമായിട്ട് വരുന്നൊരു വേർഡാണ് morula. So embryo with 8 to 16 cell stage is called morula. പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ്, ഡയഗ്രാം റെഫർ ചെയ്യണേ, ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊരു സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നെയും ഡിഫൈൻ ചെയ്തിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ മോറിലെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. എന്നാൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ പ്രത്യേകത, ആ സ്റ്റേജിലുള്ള സെൽസിൽ കുറേ സെൽസിനെ പുറത്ത് അറേഞ്ച് ചെയ്യും. ദാറ്റ് മീൻസ് മോറിലേക്ക് ശേഷമാണല്ലോ ബ്ലാസ്റ്റോസിസ്റ്റ്. മോറിൽ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. സെല്ലിങ്ങനെ തിക്കായിട്ട് നിൽക്കുകയായിരിക്കും. എല്ലാ സെല്ലിങ്ങനെ കൂടിയിട്ട്, നിങ്ങൾ ആ ഡയഗ്രം റെഫർ ചെയ്ത് നോക്കും, എല്ലാ സെല്ലും കൂടിയിട്ടല്ലേ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കാറ്റർ ചെയ്യുന്നില്ല, ഒരു ക്യാവിറ്റി ഒന്നും ഫോം ചെയ്യുന്നില്ല. എല്ലാ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെല്ലും അവിടെ കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സെല്ലുകൾക്ക് എന്താ സംഭവിക്കുക? ഈ സെല്ല് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഈ സെല്ലുകളിൽ, ഈ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായ സെല്ലുകളിൽ കുറേ സെൽസുകൾ പുറത്തു നിൽക്കുന്നു. ഇനി കുറച്ച് സെൽസ് അകത്തു നിൽക്കുന്നു. അകത്ത് കുറച്ച് സെൽസ് ഫോം ചെയ്യുന്നു. അതിനകത്തും കുറച്ച് സെൽസ് ഫോം ചെയ്യുന്നു. ഒരു ക്യാവിറ്റിക്ക് ഫോം ചെയ്തിട്ട് മോറുലയ്ക്കും ബ്ലാസ്റ്റിലേക്കും നമ്മൾ ഡിഫറൻഷിയേഷൻ അതാണ്. മോറുലയിൽ ഈ സെൽസുകൾ തിക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി വന്നിട്ട് ഒരു ഫ്രൂട്ട് ടൈപ്പിൽ എല്ലാം കൂടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ക്യാവിറ്റി ഒക്കെ ഫോം ചെയ്യുന്നു. കുറേ സെൽസ് പുറത്ത് ഇങ്ങനെ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നു. കുറച്ച് സെൽസ് അകത്ത് നിൽക്കുന്നു. ഈ പുറത്ത് നിന്ന ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്. പുറത്തു നിന്ന് സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്. അകത്തുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. പുറത്തുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്. അകത്തുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ആൻഡ് ഓവറോൾ ദിസ് ഡയഗ്രം ഇസ് കോൾഡ് ആസ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് attachment is known as implantation. So what is implantation? Development of the blastocyst
and its attachment with the uterine endometrium. Okay, development of the blastocyst and its attachment with the uterine endometrium. Okay, so what is actually cleavage? Zygote undergo repeated division, mitotic division, equational division as it moves from the isthmus of the oviduct towards the uterus. Remember in your mind, it is an equational division. Chromosome number change onnum illa. Okay, then we can get a number of cells. After first cleavage we get 2 cells, second 4 cells, third 8 and 16, so on. Okay, then embryo with the 8 to 16 celled stage is called morula. വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറിക്കകത്താണ് എല്ലാ സെല്ലും നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സെല്ലുകൾ ഇനി ഡിവൈഡ് ചെയ്യില്ല, സ്കാറ്റർ ചെയ്തിട്ട് പോകില്ല. പക്ഷെ മോറില വീണ്ടും ഡിവൈഡ് ചെയ്യാം. മോറില വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ആ സ്റ്റേജിൽ മോറില ഡിവൈഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിലും ഉള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോറിലയിൽ കുറച്ചും കൂടി സെൽസ് ടൈറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ക്യാവിറ്റി ഒക്കെ ഫോം ചെയ്യുന്നു, കുറേ സെൽസ് പുറത്ത് നിൽക്കുന്നു, കുറച്ച് സെൽസ് അകത്ത് നിൽക്കുന്നു. പുറത്തുനിന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്, അകത്തുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. And this diagram is called, this structure is called blastocyst, and this blastocyst is attached on uterus second layer, that is uterus third layer, that is third layer, the endometrium. So development of the blastocyst and its attachment with the uterine endometrium, what we call it is the implantation. അപ്പോൾ ഇത് ആരാണ് അറ്റാച്ച് ചെയ്യുക? അറ്റാച്ച് ചെയ്യുന്നത് ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും ട്രോപ്പോബ്ലാസ്റ്റ് ആണല്ലോ പുറത്ത് നിൽക്കുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഏത് ഭാഗമാണ് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുക? ഡെഫിനറ്റ്ലി ദ ട്രോപ്പോബ്ലാസ്റ്റ്. ഓക്കെ, ഡെഫിനറ്റ്ലി ദ ട്രോപ്പോബ്ലാസ്റ്റ്. അപ്പോൾ ട്രോപ്പോബ്ലാസ്റ്റ് ആണ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ഒന്നാമത്തെ ഫംഗ്ഷൻ ട്രോപ്പോബ്ലാസ്റ്റ് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നു. യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ട്രോപ്പോബ്ലാസ്റ്റ് ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ, ട്രോപ്പോബ്ലാസ്റ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദിസ് ഇന്നർ സെൽ മാസ്. ട്രോപ്പോബ്ലാസ്റ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദിസ് ഇന്നർ സെൽ മാസ്. ട്രോപ്പോബ്ലാസ്റ്റ് ഈ ഇന്നർ സെൽ മാസിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നു. ഓക്കെ, വൈ? ബിക്കോസ് ദിസ് ഇന്നർ സെൽ മാസ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദി എംബ്രിയോ. ഇന്നർ സെൽ മാസ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദി എംബ്രിയോ. ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് ട്രോപ്പോബ്ലാസ്റ്റിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ അത് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ അത് ഇന്നർ സെൽ മാസിന് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഇന്നർ സെൽ മാസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എംബ്രിയോ. ഓക്കെ, so this is the concept regarding the cleavage and also implantation. And after implantation, what happens? The uterine cell divide rapidly. The endometrial cells divide rapidly. The uterine cells divide rapidly, and they cover the blastocyst. And which is embedded in the uterine endometrium. And finally, what? The fertilization is over. ഇംപ്ലാന്റേഷൻ ഈസ് ഓവർ. ഫെർട്ടിലൈസേഷൻ നടന്ന് കുറച്ച് ഡേയ്സിന് ശേഷമാണ് ഈ ഇംപ്ലാന്റേഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫെർട്ടിലൈസേഷൻ്റെ ഇവൻറ്റും ഇംപ്ലാന്റേഷൻ്റെ ഇവൻറ്റും തമ്മിൽ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഇംപ്ലാന്റേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഈ ഒരു പ്രോസസ്സ്, അതായത് യൂട്രൈൻ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ആ യൂട്രൈൻ സെല്ല് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്തിട്ട് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ അതിനെ ഫിക്സ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അപ്പോഴാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. സോ ദാറ്റ്സ് അബൌട്ട് ദി കൺസെപ്റ്റ് ക്ലീവേജ് ആൻഡ് ഓൾസോ ദി ഇംപ്ലാന്റേഷൻ. സോ വാട്ട് ഈസ് ക്ലീവേജ്? Rapid rhythmic mitotic or equational division happens to the zygote as it moves from the isthmus of the oviduct towards the uterus. Diagram refer ചെയ്യണേ. Okay, and that division is called cleavage. And what we get 2A, 4, 8, 16 cells, and the cells are called blastomeres. After first cleavage we get 2, then 4, then 8 and 16, so on.
ഓക്കെ, ആ ഡിവിഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഡയഗ്രം ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടൊക്കെ ആ ഡിവിഷൻ നടക്കുന്നു. നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സെൽസിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ സെല്ലും ആ ഒരു ബൗണ്ടറിക്കകത്താണ്, അല്ലാതെ സ്കാറ്റർ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, ഇനി 8 to 16 celled stage is called morula. 8 to 16 celled stage is called morula. Then morula continues to divide and it transforms into a structure called blastocyst. ബ്ലാസ്റ്റോസിസ്റ്റ്. എന്താ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഡയഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ്? കുറേ സെൽസ് പുറത്തു നിൽക്കുന്നു. മോറുലയ്ക്കും ഇതും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിഫറൻസ്, മോറുലയിൽ ഒരു ക്യാവിറ്റി ഇല്ല, പക്ഷെ ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് ഒരു ക്യാവിറ്റി ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ സെൽസ് പുറത്തു നിൽക്കുന്നു, കുറച്ച് സെൽസ് അകത്ത് നിൽക്കുന്നു. പുറത്തു നിന്ന സെൽസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ്. അകത്തുള്ള സെൽസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ഓക്കെ, ഇനി ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ? ട്രോപ്പോബ്ലാസ്റ്റ് പോയിട്ട് നേരെ യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നർ സെൽ മാസിന് അത് ന്യൂട്രിയൻസ് കൊടുക്കുന്നു. കാരണം ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ഏത് ഡേയിലാണോ ഈ ഒരു അറ്റാച്ച്മെന്റ് നടന്നത്, അതിനുശേഷം വാട്ട് ഹാപ്പൻസ്? ദ യൂട്രൈൻ സെൽസ് ഡിവൈഡ് rapidly. The uterine cells, the endometrial cells, they divide rapidly and they covers the blastocyst. And they covers the blastocyst, and the blastocyst is finally embedded in the uterine endometrium, and that's why we call it is the implantation. അതുകൊണ്ട് ആ അറ്റാച്ച്മെന്റ് നടന്നത് ഒരു ഡേയിലാണെങ്കിൽ അവിടുന്ന് കുറച്ചുകൂടി ഡേ കഴിഞ്ഞിട്ടായിരിക്കും ആ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. കാരണം യൂട്രൻ സെല്ല് ഡിവൈഡ് ചെയ്യണ്ടേ. യൂട്രൻ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിനെ അവിടെ അങ്ങോട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് പ്ലാസന്റേഷൻ, ഗാസ്ട്രുലേഷൻ, ഓർഗനോജനസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പ്ലാസന്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയാം.